ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നും നാളെയായിട്ട് കർണാടകയിൽ ഒരു ഫെസ്റ്റിവൽ മൂഡാട്ടോ. ഗൗരി ഗണേശ ഫെസ്റ്റിവൽ. അതായത് ഇന്ന് ഗൗരി ഹബ്ബയാണ്. ഹബ്ബ എന്ന് വെച്ചാൽ ഫെസ്റ്റിവൽ എന്നർത്ഥം. അപ്പോൾ ഇന്ന് ഗൗരി ദേവിയെ പൂജിക്കും. അതായത് വിവാഹിതരായ സ്ത്രീകൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വീട്ടിലും കുടുംബത്തിലും എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഗൗരി ദേവിയെ ഇന്ന് ഈ കാണുന്ന പ്രതിമയൊക്കെ ഗൗരി ദേവിയുടെയാണ്. ഇന്ന് അവർ പൂജിക്കും കേട്ടോ. അതിനുശേഷം ഇതുപോലെ മുറങ്ങളിൽ ധാന്യങ്ങളും മഞ്ഞൾ കുപ്പിവളയൊക്കെ വെച്ചിട്ട് ദേവിയെ സമർപ്പിക്കും. ഈ മാവില കൊണ്ടുള്ള അലങ്കാരങ്ങൾ ഇവിടെ മിക്കവാറും പൂജകൾക്ക് ഉണ്ടാവും കേട്ടോ. മാവിലയും വാഴയുടെ കൂമ്പ് അതും ഒക്കെ അതങ്ങനെ വഴികളിൽ നിറച്ച് സെയിലാട്ടോ നടക്കണേ. ഇതൊക്കെയാണ് ആ മുറത്തിൽ വെച്ച് ദേവിക്ക് സമർപ്പിക്കുന്നത്. പിന്നെ സ്ത്രീകൾ അവരുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും സ്ത്രീകൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ബ്ലൗസിൻ്റെ തുണികളാട്ടോ അത്. പൂക്കൾ ഭയങ്കര രസമാട്ടോ. ഈ പൂക്കളുടെ ഷോപ്പൊക്കെ നിറഞ്ഞ് കിടക്കണ കാണാനായിട്ട്. ഞാനും തന്നെയും കൂടി ചെറിയൊരു ഷോപ്പിംഗ് ചെയ്യാൻ പോയതാണ്. അപ്പോഴാണ് നോക്കുമ്പോൾ റോഡ് മൊത്തം ഈ കച്ചവടമാണ്. അതായത് നാളെയും ഇന്നും ഒക്കെ ആയിട്ടുള്ള അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാട്ടോ. പൂക്കൾ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. ഇന്നെന്ന് തന്നെയല്ല, ഈ മാസം ഫുള്ള് പൂക്കൾക്ക് ഭയങ്കര റേറ്റ് ആയിരിക്കും. ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ ശരിക്കും കർണാടകയിലെ ഒരു ഫെസ്റ്റിവലാണ്. ഈ മാല കണ്ടോ, ഈ മാലയാണ് ഗണേശക്ക് ചാർത്തണത്. ഇത് എരിക്കിൻ്റെ പൂവാണ്. അപ്പോൾ അത് നാളേക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ കറുകപ്പുല്ല്, ഇതെല്ലാം ഇന്നും നാളേക്കും വേണ്ടിയിട്ട് വിൽപ്പന നടത്തുന്നതാട്ടോ. പിന്നെ ഗണേശനെ ഈ മാസം എൻഡ് വരെ ഗണേശനെ വെക്കും കേട്ടോ. അതായത് വലിയ സ്ട്രീറ്റിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വലിയ ഗണേശനെയൊക്കെ വെച്ച് കൊണ്ടുപോയി നിമജ്ജനം ചെയ്യണത്. കണ്ട എന്ത് ഭംഗിയാന്ന് നോക്ക്. ഗൗരി ദേവീനെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ കാണാൻ. ഗണേശനെയൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുക, അല്ലെങ്കിൽ മഴയൊക്കെ വന്നാലേ നനഞ്ഞു പോവില്ലേ. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ഫ്രണ്ടിനെ കണ്ട് അങ്ങനെ സംസാരിച്ച് നിൽക്കുക കേട്ടോ. ഇവിടെയൊക്കെ അത് അടിപൊളി സെയിൽ നടക്കുക കേട്ടോ. കൊതി വരും ഗണേശനെയും ഗൗരീനെയൊക്കെ കാണാനായിട്ട്. നമുക്ക് മേടിക്കാൻ തോന്നും ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമുക്കതിൻ്റെ പൂജയും കാര്യങ്ങളും ഒന്നും അറിയില്ല. അതുകൊണ്ട് ഞാനും തന്നെയും കൂടി പറയുന്നു, കൊതി വന്നോരെന്നെ മേടിക്കായിരുന്നു ഇത്. പക്ഷെ മേടിച്ചിട്ട് അതെന്താ ചെയ്യട്ടെ എന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല. എല്ലാം കണ്ടും കേട്ടും പോന്നു.